നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷത്തിൽ പ്രധാനമായിട്ട് 9 ഗ്രഹങ്ങളാണുള്ളത്. അവയെ നവഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. നവഗ്രഹങ്ങൾ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള കാരകത്വ സ്വഭാവങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങളും ചെലുത്തുന്നുണ്ട്. ഓരോ ഗ്രഹങ്ങളും ജാതകത്തിൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ജാതകത്തിലൂടെ നവഗ്രഹങ്ങൾ ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക, നവഗ്രഹങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ ഇല്ലാതാക്കുക, ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയവയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാഹചര്യം ഒരുക്കും. അതുകൊണ്ട് തന്നെ നവഗ്രഹ പ്രീതി എന്നുള്ള വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള ഓരോ ഗ്രഹങ്ങളിലെയും പ്രീതിപ്പെടുത്താനുള്ള ലളിതമായ ഉപായമാണ് 9 വീഡിയോകളിലായിട്ട് പറയുന്നത്. ഓരോ വീഡിയോയും കാണുക. നിങ്ങളുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഗുണമാണ് എങ്കിൽ അതിന്റെ ഗുണഫലം വർദ്ധിപ്പിക്കുന്നതിനും, ദോഷസ്ഥാനത്താണ് എങ്കിൽ ആ ദോഷങ്ങൾ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തെ ഭദ്രമാക്കുന്നതിനുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വാസത്തിന് ഈശ്വരന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ തുല്യ ഫലദാനത്തിൽ പ്രാധാന്യമുള്ളതാണ് നവഗ്രഹങ്ങളും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറ്റിറക്കങ്ങളൊക്കെ ഒരുപക്ഷെ സ്വാഭാവികമാണ്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖ ദുഃഖങ്ങളൊക്കെ നക്ഷത്രത്തെയും ജാതകത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു വ്യക്തി മാനസികമായി അനുഭവപ്പെടുന്ന വ്യാകുലതകൾ, ഗുണഫലങ്ങൾ, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലുള്ള ഉയർച്ചകൾ, താഴ്ചകൾ, ഇവയൊക്കെ നവഗ്രഹങ്ങളിലെ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ് നവഗ്രഹങ്ങൾ. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്താനും ഓരോ ഗ്രഹങ്ങൾക്കും ദോഷങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് നിരവധി കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പരിഹാര കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ അതിപ്രധാനപ്പെട്ട ഒരു എളുപ്പം ചെയ്യാവുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നാം സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള പുഷ്പ സമർപ്പണത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയും. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നാം പരിശോധിക്കുന്നത് ചൊവ്വ ഗ്രഹത്തിന്റെ ദോഷപരിഹാരമാണ്. ചൊവ്വയുടെ ജാതകത്തിലുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കാനും ജാതകത്തിൽ ഗുണസ്ഥാനത്താണെങ്കിൽ ആ ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള പുഷ്പ സമർപ്പണത്തെ കുറിച്ചാണ് പറയുന്നത്. ചൊവ്വയെ കുജൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഭൂമി കാരകനാണ്. ഭൂമി പുത്രനായിട്ടാണ് അറിയപ്പെടുന്നത്. നവഗ്രഹങ്ങളിൽ 2ാമത്തെ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. എന്നിരുന്നാലും ചൊവ്വയുടെ സ്വാധീനം വളരെ വലുതാണ്. സഹോദര കാരകനാണ് ചൊവ്വ. ചൊവ്വയുടെ ദോഷവശങ്ങൾ പ്രധാനമായിട്ടും വിവാഹത്തെയാണ് കൂടുതലായിട്ട് ബാധിക്കുക. എന്നാൽ പേടിക്കുന്ന അത്ര ഒരു ചൊവ്വാദോഷം എന്ന് പറയുന്നത് പരിഹരിക്കാൻ സാധിക്കാത്തതല്ല. വിവാഹ കാര്യത്തിലുള്ള ചൊവ്വാദോഷം പോലും പരിഹരിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ചെറിയ ചെറിയ ദോഷപരിഹാരങ്ങളിലൂടെയാണ്. പുഷ്പ സമർപ്പണം അതിൽ ഒന്നാണ്. ഇനി നമുക്ക് ചൊവ്വയുടെ ദോഷപരിഹാരത്തിനായിട്ടും ചൊവ്വയുടെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ടും ചെയ്യാവുന്ന പുഷ്പ സമർപ്പണത്തെ ഏതൊക്കെ പുഷ്പങ്ങളെയാണ് എന്ന് നോക്കാം. ചുവന്ന താമര, ചുവന്ന ചെമ്പരത്തി എന്നീ പുഷ്പങ്ങളാണ് ചൊവ്വയ്ക്ക് അതിപ്രധാനമായിട്ടുള്ളത്. ചെമ്പരത്തി ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നില്ല. അതിനു പകരം അരളിയൊക്കെയാണ്. അരളി എന്ന പുഷ്പത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ച് അടുത്തിടെ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. അടുത്തിടെ പത്രമാധ്യമങ്ങളിലൊക്കെ വളരെ പ്രചാരം സിദ്ധിച്ചിരുന്നു. അത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചെമ്പരത്തിയുടെ ഗുണഗണങ്ങളും അതിന്റെ പൂജയ്ക്ക് പണ്ടുകാലത്തുണ്ടായിരുന്ന പ്രാധാന്യവും. എന്നാൽ ഇപ്പോൾ ഏതോ കച്ചവടക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെമ്പരത്തി നാം ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. ചെമ്പരത്തി ചൊവ്വയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ്. ഇത്തരത്തിൽ ചുവന്ന ചെമ്പരത്തിമാലയും ചുവന്ന താമരമാലയും ഒക്കെ സമർപ്പിക്കുന്നത് ചൊവ്വയുടെ ദോഷത്തെ ഇല്ലാതാക്കും. ചൊവ്വ ഗുണസ്ഥാനത്താണ് എങ്കിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് അത് സഹായിക്കും. നിങ്ങളുടെ ജാതകത്തിൽ
ചൊവ്വ അനുകൂലത്തിലാണെങ്കിലും പ്രതികൂലത്തിലാണെങ്കിലും ഇത്തരത്തിൽ ചൊവ്വാപ്രീതിക്കായിട്ട് ഈ പുഷ്പങ്ങൾ ഒന്ന് സമർപ്പിച്ചു നോക്കൂ, മാല സമർപ്പിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിന് അത് സഹായകരമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. 9 ഗ്രഹങ്ങളിലെയും ഇത്തരത്തിൽ ലളിതമായിട്ടുള്ള പുഷ്പ സമർപ്പണത്തിലൂടെ പരിഹാരം ചെയ്യാമെന്നുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.